മൊബൈൽ ഫോൺ സ്റ്റോറേജ് കുറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും അല്ലേ. നിങ്ങളുടെ ഫോണ് 16 GB അല്ലെങ്കിൽ 64 GB 128 GB ഒക്കെ ആണെങ്കിൽ നല്ല വീഡിയോസ്, നല്ല ഹൈ ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല മെമ്മറി കൺസ്യൂം ചെയ്യുകയും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ വല്ല ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അന്നേരം വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കാം അല്ലേ. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്റ്റോറേജ് നിങ്ങൾക്ക് ടെമ്പററി ആയി എക്സ്പാൻഡ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഒരു ചെറിയൊരു ആക്സസറിയാണ്. പെട്ടെന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് മെമ്മറി ഫുള്ളായാലും അത് പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഈ ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മൊബൈൽ ഫോണിൽ നിന്ന് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള സ്റ്റോറേജ് സ്പേസ് അതുപോലെ നിലനിർത്താൻ പറ്റും. സാൻഡിസ്ക് പുറത്തിറക്കിയിട്ടുള്ള ഈ കുഞ്ഞൻ ഡിവൈസിന് 35 dirhams ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 32 GB മെമ്മറിയുള്ള ഒരു 2 സൈഡഡ് പെൻഡ്രൈവ് എന്ന് പറയാം. ഒരു സൈഡ് നിങ്ങൾക്ക് C ടൈപ്പ് USB-യും മറ്റേ സൈഡ് നിങ്ങൾക്ക് A ടൈപ്പ് USB-യും ഉണ്ട്. ഇത് തന്നെയുണ്ട്. സാധാരണ പെൻഡ്രൈവ് വരാറുള്ളത് ഇതുപോലെയാണ് അല്ലേ. മറ്റേ സൈഡ് കാലിയായിരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് 2 സൈഡിലും പോർട്സ് ഉണ്ട്. ഒരു സൈഡ് C ടൈപ്പും മറ്റേ സൈഡ് USB A ടൈപ്പും. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഫോണിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇതിലോട്ട്. ഇതിൻ്റെ ട്രാൻസ്ഫറിങ് സ്പീഡും വളരെ മികച്ചതാണ്. ഒരു 1 GB ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ഏകദേശം 10 to 20 seconds മാത്രമേ ഇതിന്ന് എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ മേടിച്ചത് 32 GB വേരിയൻ്റാണ്. ഇതേപോലെ 128 GB വേരിയൻറ്റും 256 GB വേരിയൻറ്റ് വരെയുണ്ട്. ഇത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഐഫോണിൽ ഉപയോഗിക്കണമെങ്കിൽ വേറൊരു ഡിവൈസ് ഉണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ അത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും വെക്കാം. ഇത് വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെക്കുന്നുണ്ട്. മിക്ക ആൻഡ്രോയിഡ് ഫോണുകളും OTG ഇനേബിൾഡ് ആയിട്ടാണ് വരുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് OTG ഇത് ഇനേബിൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിനകത്ത് ബിൽഡ് നമ്പറിൽ 7 times ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇനേബിൾഡ് ആയി കിടക്കും. അപ്പോൾ അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് OTG ഇനേബിൾ ചെയ്താൽ നിങ്ങൾ ഈ പെൻഡ്രൈവ് ഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫയൽസ് ഫോൾഡർ വഴി ഇതിനകത്തുള്ള ഫയൽസ് വ്യൂ ചെയ്യാനും പറ്റും. ഇനി ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് TV-യിലോട്ട് ഡയറക്റ്റായിട്ട് മറ്റേ USB A ഉപയോഗിച്ച് നിങ്ങൾക്ക് TV-യിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നല്ല ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുള്ളതെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഗൾഫിലൊക്കെയാണ് നിങ്ങളുള്ളതെങ്കിൽ ഇവിടുത്തെ വൈഫൈ സ്പീഡ് എന്ന് പറയുന്നത് നല്ല സ്പീഡാണ്. അതേപോലെ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ഫോട്ടോസും വീഡിയോസും നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ എങ്ങനെ മൊബൈൽ സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യാമെന്നുള്ള ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഗൂഗിളിൻ്റെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഫോട്ടോസും മൊബൈലിനകത്തുള്ള ഫുൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിനകത്ത് അറൗണ്ട് 240 GB ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ടായിരുന്നു. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഫുള്ള് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 40 GB മാത്രമാണ് മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാൻ ഫ്രീ ആയിട്ടാണ് തരുന്നത്. അവർ അൺലിമിറ്റഡ് സ്റ്റോറേജാണ് ഗൂഗിൾ ഫോട്ടോസ് തരുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ഒരു 10% കംപ്രസ് ചെയ്ത് വെക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലാരിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒരു ഡിഫറൻസും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിക്കാൻ പറ്റുന്നവർ ഗൂഗിൾ ഫോട്ടോസ് തന്നെ ഉപയോഗിക്കുക. അല്ലാത്തവർ ഇതുപോലുള്ള ഡിവൈസ് മേടിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യ സമയത്തൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഉപകരിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.